നമുക്കിന്ന് മാസ്കിംഗ് ടാപ്പും കമ്പിയൊക്കെ വെച്ചിട്ട് ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടാക്കിയെടുത്താലോ. ഇത് സംഭവം വലിയ പണിയൊന്നുമില്ല, പക്ഷേ ഇത് കുറേ ലീവ്സ് ഉണ്ടാക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മൾ കുറേ ടൈം ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അധികം പണിയൊന്നും ഇല്ലാടോ. കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ഈ മാസ്കിംഗ് ടാപ്പൊക്കെ വെച്ച് 2-3 ലീവ്സ് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് എണ്ണം പറയുകയാണെങ്കിൽ ഞാനൊരു 10 എണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 10 എണ്ണമൊക്കെ ആകുമ്പോഴത്തേനും നല്ല ബുഷായിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് കിട്ടും. അല്ലെങ്കിൽ ഒരു 5-6 എണ്ണമൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു രീതിക്ക് തന്നെ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതിൽ പെയിൻറ്റ് അടിക്കലായിരുന്നു കുറച്ച് ടാസ്ക്കുള്ള പണിയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ആയിട്ട് എന്ത് ചെയ്യണം, പെയിൻറ്റ് അടിച്ചെടുക്കേണ്ടതുണ്ട്. ഞാൻ ഈ പെയിൻറ്റ് അടിച്ച് തുടങ്ങുമ്പോഴൊന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു ലീഫ് ഉണ്ട് എന്ന് തന്നെ അറിയില്ലായിരുന്നു. പിന്നെ പെയിൻറ്റ് അടിച്ച് എൻ്റെ ഉമ്മാൻ്റെ കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് എൻ്റെ അമ്മ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു ലീഫ് ശരിക്കും ഉണ്ടെന്ന്. അങ്ങനെ എനിക്കതറിയാതെ ഞാനൊരു ലീഫ് ഉണ്ടാക്കി വരച്ചെടുത്തു കേട്ടോ. ശരിക്കുള്ള ലീഫ് തന്നെയായിരുന്നു ഞാൻ വരച്ചെടുത്തത്. പിന്നെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. തെർമോക്കോളിൽ അങ്ങനെ കുത്തി വെച്ച് ജനലിൻ്റെ അവിടെ കൊണ്ടുപോയി വെച്ച്. അപ്പോൾ അതിങ്ങനെ ഉണങ്ങിയിട്ടോ. പിന്നെ ഞാൻ ചട്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഈ റെക്സോണിൻ്റെ റോളറിൻ്റെ മൂടിയാട്ടോ എടുക്കുന്നുണ്ടായിരുന്നേ. എന്തായാലും മൂടി അങ്ങനെ നിൽക്കുകയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡബിൾ സൈഡ് ടാപ്പൊക്കെ വെച്ച് സെറ്റാക്കിയാൽ മതി. പിന്നെ അതിൻ്റെ ഉള്ളിൽ പേപ്പറും വെച്ച് തെർമോക്കോൾ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് വെച്ച് കൊടുത്തു. പിന്നെ വൈറ്റ് മണ്ണ് ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നല്ല ബ്രൗൺ കളർ അങ്ങ് തെർമോക്കോളിൽ അടിച്ചു കൊടുത്തു. തെർമോക്കോളിൽ പെയിൻ്റ് അടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയിൽ പെയിൻ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു തണ്ട് ഗ്രീൻ കളറാണല്ലോ ഉണ്ടാവില്ല, പക്ഷെ ഇതിൻ്റെ കമ്പിയാണെങ്കിലോ ഒരു ഗോൾഡൻ കളറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ക്രീ പേപ്പർ എന്നാണ്ട് ചുറ്റി എടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിരുന്നു കേട്ടോ ക്രീ പേപ്പർ ചുറ്റാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ കുറച്ച് റിസ്ക് ആണെങ്കിലും നമുക്കത് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ നല്ല സിമ്പിളായിരുന്നു. പിന്നെ എല്ലാ ലീവ്സും ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു കമ്പി വെച്ച് അങ്ങ് കെട്ടിക്കൊടുക്കാം. സംഭവം ഒരു പണിയുമില്ല, അങ്ങനെ കെട്ടിക്കൊടുക്കാം. പിന്നെ നമ്മൾ ആ ചട്ടിയിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് അങ്ങ് കൊടുക്കാം. നല്ലോണം ഇറക്കി വെച്ചാലാണ് ആ ഒരു കെട്ടിയതൊന്നും കാണാതിരിക്കുള്ളൂ. കെട്ടിയതൊന്നും കാണാൻ പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ എല്ലാ ഇലകളും നിവർത്തി വെക്കാം. പിന്നെ നിവർത്തി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചട്ടി നമുക്ക് അവിടെ നിൽക്കണമല്ലോ, പക്ഷേ ഇതിങ്ങനെ ഒരു വീണ് പോവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സൈഡ് ടാപ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അത് വെച്ചിട്ട് അത് പീൽ ചെയ്തിട്ട് അതിൻ്റെ മണ്ടക്ക് കൊണ്ടുപോയി ഒട്ടിച്ചെടുത്തു. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നിർത്താം, പക്ഷെ ഞാൻ അതിന് കണ്ണും വായും ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എന്നാൽ ശരി, ടാറ്റാ.